Good morning, dear children. Now I am going to explain the topic elevation of boiling point. Last class, we have studied about colligative properties. What is colligative property? The property of a solution which depends upon the number of solute particles. ഒരു സൊല്യൂഷന്റെ പ്രോപ്പർട്ടി ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് അതിനകത്തുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ അളവിനെയായിരിക്കും. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, അത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. എന്താണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്നാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. ആദ്യമേ, what is boiling point? Boiling point of a solution is defined as the temperature at which vapor pressure of a liquid becomes equal to atmospheric pressure. ഒരു ലിക്വിഡിന്റെ വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിൽ ഈക്വൽ ആകുന്നത് ഏത് ടെമ്പറേച്ചറിലാണോ ആ ടെമ്പറേച്ചറിനെയാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് നമ്മൾ പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാല്, നമ്മൾ വാട്ടർ ബോയിൽ ചെയ്യാനായിട്ട് വെക്കുമല്ലോ, കുറച്ച് കഴിയുമ്പോൾ കാണാം അതിൽ നിന്നും വാട്ടർ വേപ്പർ ഫോം ചെയ്യുന്നത്. അതായത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വാട്ടർ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്, വേപ്പർ സ്റ്റേറ്റ് ആയിട്ട് മാറുകയാണ്. എന്നിട്ട് ഈ വേപ്പർ അവിടെ പ്രഷർ എക്സേർട്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ലിക്വിഡിൽ നിന്നും വേപ്പർ സ്റ്റേറ്റിലോട്ട് എത്തുന്ന പാർട്ടിക്കിൾസിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്യും. ആസ് എ റിസൾട്ട് വേപ്പർ പ്രഷർ ഓൾസോ ഇൻക്രീസസ്. അങ്ങനെ വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്ത് ഏത് ടെമ്പറേച്ചറിൽ വെച്ചാണോ അത് അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് ഈക്വൽ ആകുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ലിക്വിഡിന്റെ വേപ്പർ പ്രഷറും 1 അറ്റ്മോസ്ഫിയറിക് ആയിട്ട് മാറുക. അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് ഈക്വൽ ആകുന്ന ടെമ്പറേച്ചർ ആണ് ബോയിലിംഗ് പോയിന്റ്. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞാല് 100 ഡിഗ്രി വെച്ചാണ് ഈ വാട്ടറിന്റെ വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും കൂടെ ഈക്വൽ ആകുന്നത്. ദാറ്റ് ടെമ്പറേച്ചർ ഈസ് നോൺ ആസ് ബോയിലിംഗ് പോയിന്റ്. അപ്പം ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ് ബിക്കംസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഏത് ടെമ്പറേച്ചറിൽ വെച്ചാണോ ഒരു ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ എന്തായിട്ട് മാറുന്നത്, അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് ഈക്വൽ ആയിട്ട് മാറുന്നത്, ദാറ്റ് ടെമ്പറേച്ചർ ഈസ് നോൺ ആസ് ബോയിലിംഗ് പോയിന്റ്. ഇനി എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്തുവാണെന്നാ പറയാൻ പോകുന്നത്. എലിവേഷൻ മീൻസ് ഇൻക്രീസ് ചെയ്യുക. ബോയിലിംഗ് പോയിന്റ് ഒരു സബ്സ്റ്റൻസിന്റെ ഇൻക്രീസ് ചെയ്യുക. ദാറ്റ് ഈസ് നോൺ ആസ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. നമ്മൾ ഒരു വോളട്ടൈൽ സബ്സ്റ്റൻസ് എടുത്തേക്കുക, സോൾവെന്റ്. അതിനകത്തോട്ട് കുറച്ച് നോൺ വോളട്ടൈൽ സൊല്യൂട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിയുമ്പം അതിന്റെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. That increase in boiling point is known as elevation of boiling point. നമുക്കറിയാം boiling point of water equal 100 degrees Celsius. That means vapor pressure of water equal to atmospheric pressure. At 100 degree Celsius. 100 degree Celsiusലാണ് വാട്ടറിന്റെ വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും കൂടെ ഈക്വൽ ആവുന്നത്. നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 1 atm ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പൊ നമ്മളങ്ങ് അസ്യൂം ചെയ്യുക, വാട്ടറിന്റെ വേപ്പർ പ്രഷർ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വേപ്പർ ഫേസിലെത്തുന്ന പാർട്ടിക്കിൾസ് 5 മോൾ പാർട്ടിക്കിൾസ് ആണ് എന്ന് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുക. ലിക്വിഡിൽ നിന്നും 5 മോൾ പാർട്ടിക്കിൾസ് വേപ്പർ ഫേസിൽ എത്തിയെങ്കിൽ മാത്രമേ അവിടുത്തെ പ്രഷർ എന്തായിട്ട് കിട്ടൂ, 1 atm. ഇത് ഏത് ഡിഗ്രിയിലാണ്, 100 ഡിഗ്രി സെൽഷ്യസിൽ മാത്രമായിരിക്കും 5 മോൾ പാർട്ടിക്കിൾസ് വേപ്പർ ഫേസിൽ എത്തുകയും അവിടുത്തെ പ്രഷർ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിട്ട് മാറുകയും ചെയ്യുക. ഇനി നമ്മൾ വാട്ടറിനകത്തോട്ട് കുറച്ച് നോൺ വോളട്ടൈൽ സൊല്യൂട്ട് മിക്സ് ചെയ്തു. എക്സാമ്പിൾ കുറച്ച് ഗ്ലൂക്കോസ് മിക്സ് ചെയ്തു എന്ന് നിങ്ങളങ്ങ് വിചാരിക്കുക. അപ്പോൾ ഈ 100 ഡിഗ്രി സെൽഷ്യസിൽ ഇപ്പൊ ഇത് സൊല്യൂഷനായിട്ട് മാറി, ഗ്ലൂക്കോസ് സൊല്യൂഷനായി
100 ഡിഗ്രി സെൽഷ്യസിൽ വേപ്പർ ഫേസിലെത്തുന്ന പാർട്ടിക്കിൾസ് ഒരു 4 മോൾ പാർട്ടിക്കിൾസേ ഉള്ളൂ. എങ്കിൽ അവിടുത്തെ പ്രഷർ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലല്ലോ. 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എക്സേർട്ട് ചെയ്യണമെങ്കിൽ അവിടെ വേണ്ടുന്ന പാർട്ടിക്കിൾസ് 5 മോൾ ആണ്. പക്ഷെ 100 ഡിഗ്രി സെൽഷ്യസിൽ ഇപ്പോൾ 4 മോൾ പാർട്ടിക്കിൾസേ എത്തുന്നേ ഉള്ളൂ. അപ്പൊ അവിടുത്തെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കുമല്ലോ. പക്ഷെ നമുക്കതിനെ 1 അറ്റ്മോസ്ഫിയറിൽ എത്തിക്കണം. 1 അറ്റ്മോസ്ഫിയറിൽ എത്തണമെന്നുണ്ടെങ്കിൽ അവിടെ 5 മോൾ പാർട്ടിക്കിൾസ് വേണം താനും. അപ്പൊ കൂടുതൽ പാർട്ടിക്കിൾസ് വേപ്പർ ഫേസിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ഹീറ്റ് എനർജി നമ്മളിവിടെ കൊടുക്കണമെങ്കിൽ, അപ്പൊ കൂടുതൽ ഹീറ്റ് എനർജി കൊടുക്കുന്നതിനനുസരിച്ച് അവിടുത്തെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ 100-നെക്കാട്ടിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു ഒരു 110 ഡിഗ്രി സെൽഷ്യസിലാണ് 5 മോൾ പാർട്ടിക്കിൾസ് വേപ്പർ ഫേസിൽ എത്തിയത്. അപ്പോൾ അവിടുത്തെ പ്രഷർ എന്തായിട്ട് മാറും? 1. അപ്പൊ 100 ഡിഗ്രി സെൽഷ്യസിലായിരുന്നു 5 മോൾ പാർട്ടിക്കിൾസ് വേപ്പർ ഫേസിൽ എത്തുകയും 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എക്സേർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. സൊല്യൂഷൻ ആക്കി കഴിഞ്ഞപ്പോൾ 110 ഡിഗ്രി സെൽഷ്യസിൽ മാത്രമേ 5 മോൾ പാർട്ടിക്കിൾസ് എത്തൂ എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടുത്തെ പ്രഷർ എന്തായിട്ട് മാറും? 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിട്ട് മാറിയല്ലോ. നോക്കിക്കേ, ഇവിടുത്തെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്തല്ലോ. ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് മിക്സ് ചെയ്തപ്പോൾ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 100-ൽ നിന്ന് ഇപ്പൊ എന്തായിട്ട് മാറി? 110 ഡിഗ്രി ആയിട്ട് മാറിയല്ലോ. That increase in boiling point is known as elevation of boiling point. അപ്പോൾ elevation in boiling point എന്ന് പറഞ്ഞാൽ ഒരു പ്യുവർ സോൾവെന്റിനകത്തോട്ട് നമ്മൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. That increase in boiling point is known as elevation of boiling point. ഇനി T0B represent boiling point of pure solvent. ഈ 0 എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് പ്യുവർ ഫോമിനെ ആയിരിക്കും. T0B represent boiling point of pure solvent. Then TB represent boiling point of solution. എങ്കിൽ elevation of boiling point, that is delta TB, അതായത് ഒരു സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് സൊല്യൂഷൻ ആക്കി കഴിയുമ്പോൾ എന്തുമാത്രം ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ് ഡെൽറ്റ TB. അതെങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും? T0Bയും TBയും കൂടെ നോക്കുവാണെങ്കിൽ TB വാല്യൂ ആയിരിക്കും T0Bയെ കാട്ടി കൂടുതൽ. അതായത് ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ കൂടുതലും ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ് കുറവായിരിക്കുമല്ലോ. Therefore delta TB equal TB minus T0B എന്ന് നമുക്ക് എഴുതാമല്ലോ. സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റിൽ നിന്നും സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് മൈനസ് ചെയ്യുമ്പോൾ എത്ര ഇൻക്രീസ് ചെയ്തു ബോയിലിംഗ് പോയിന്റ് എന്ന് നമുക്ക് കിട്ടും. That value is known as delta TB. But delta TB equal TB minus T0B. Then elevation of boiling point is directly proportional to molality of the solution. Delta TB is directly proportional to molality of the solution. Molality എന്ന് പറഞ്ഞാൽ number of moles of solute present in 1 kilogram of solvent. Or delta TB is proportional to M. Molality നമ്മൾ സ്മോൾ ലെറ്റർ M കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ ഒരു കോൺസ്റ്റന്റ് കൊടുക്കും. ദാറ്റ് ഈസ് KB. ഡെൽറ്റ TB ഈക്വൽ KB into M. Here KB is a constant known as molar elevation constant. Or hygroscopic constant. KB അറിയപ്പെടുന്ന പേരാണ് മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് ഓർ ഇബ്ലോസ്കോപ്പിക് കോൺസ്റ്റന്റ്. ഇനി KB ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് M
മൊളാലിറ്റി ഈക്വൽ 1 എന്ന് നമ്മൾ എടുക്കുക. Therefore ഡെൽറ്റ ടി ബി ഈക്വൽ നമുക്ക് എന്തെന്ന് കിട്ടും? കെ ബി. അതായത് ഒരു സൊല്യൂഷന്റെ മൊളാലിറ്റി 1 മോളാൽ ആകുന്നുടനെ അവിടുത്തെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ദാറ്റ് ഈസ് ഡെൽറ്റ ടി ബി ഏതിനോട് ഈക്വൽ ആയിരിക്കും? കെ ബി. ഇനിയും 1 മോളാൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 1000 ഗ്രാം സോൾവെന്റ് എടുക്കുക. ഇതിനകത്ത് 1 മോൾ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ അവിടുത്തെ മൊളാലിറ്റിയാണ് 1 മോളാൽ എന്ന് പറയുന്നത്. അപ്പം 1 മോളാൽ എന്ന് പറഞ്ഞാൽ 1 മോൾ സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1000 ഗ്രാം ഓഫ് സോൾവെന്റ്. അങ്ങനെയാണെങ്കിൽ 2 മോളാൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 മോളാൽ മീൻസ് 2 മോൾ സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1000 ഗ്രാം സോൾവെന്റ്. 1000 ഗ്രാം സോൾവെന്റിനകത്ത് 2 മോൾ സൊല്യൂട്ട് പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ 2 മോളാൽ എന്ന് പറയാം. 4 മോളാൽ എന്ന് പറഞ്ഞാൽ 4 മോൾ സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1000 ഗ്രാം ഓഫ് സോൾവെന്റ്. അപ്പോൾ ഒരു സൊല്യൂഷനകത്ത് 1 മോൾ സൊല്യൂട്ട് 100 ഗ്രാം സോൾവെന്റിനകത്ത് ഡിസോൾവ് ആയിട്ടുണ്ട് എങ്കിൽ അവിടുത്തെ മൊളാലിറ്റിയാണ് 1 മോളാലായിട്ട് എടുക്കുന്നത്. സൊല്യൂഷന്റെ മൊളാലിറ്റി 1 മോളാൽ ആകുമ്പോൾ ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് ഏതിനോട് ഈക്വൽ ആയിരിക്കും? കെ ബി. എക്സാമിന് ചോദിക്കുക ഡിഫൈൻ എബിലോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് ചോദിച്ചാൽ എബിലോസ്കോപ്പിക് കോൺസ്റ്റന്റ് ഈസ് ഡിഫൈൻഡ് ആസ് the elevation in boiling point when 1 mole of a solute present in 1000 gram of solvent. 1000 gram സോൾവെന്റിനകത്ത് 1 മോൾ സൊല്യൂട്ട് പ്രസന്റ് ആയിരിക്കുമ്പോൾ അവിടുത്തെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഏതിനോട് ഈക്വൽ ആയിരിക്കും? എബിലോസ്കോപ്പിക് കോൺസ്റ്റന്റ്. അപ്പം പരീക്ഷയ്ക്ക് എബിലോസ്കോപ്പിക് കോൺസ്റ്റന്റ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ആദ്യമേ നിങ്ങൾ എഴുതണം ഡെൽറ്റ ടി ബി is equal to Kb into m. Kb is a constant known as ebuloscopic constant. When m is equal to 1, delta Tb is equal to Kb. Then ebuloscopic constant is defined as elevation in boiling point when 1 mole of a solute dissolved in 1000 gram of solvent. Okay. Next, determination of molar mass of solute from delta Tb. We know that delta Tb is equal to Kb into m. M is molarity. Molarity equal number of moles of solute. By mass of solvent in kilogram. Or m equal number of moles represent ചെയ്യുന്നത് n, number of moles of solute nb by mass of solvent, mass represent ചെയ്യുന്നത് w, solvent ആയതുകൊണ്ട് wa, ഇനി കിലോഗ്രാമിലായതുകൊണ്ട് wa is divided by 1000. ഇനി nb equal number of moles equal mass by molar mass എന്ന് നമുക്കറിയാം. Or Nb equal mass of solute Wb by molar mass of solute Mb. ഇനി Nb ക്ക് പകരം നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ M equal Nb എന്ന് പറയുന്നത് Wb by Mb all divided by Wa by 1000 എന്ന് നമുക്ക് എഴുതാം. Or ഇനി ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തതിന് പകരം ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. സോ വി ഗെറ്റ് Wb by Mb into 1000 by Wa എന്ന് നമുക്ക് കിട്ടും. M equal that is molarity equal Wb by Mb into 1000 by Wa. ഇനി നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഡെൽറ്റ ടി ബി ഇസ് ഇക്വൽ ടു കെ ബി ഇൻറ്റു എമ്മിനകത്ത് എമ്മിന് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
So we get delta TB equal KB into M ന് WB into 1000 by MB into WA or നമുക്ക് എം ബി ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. എം ബി ഈക്വൽ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. വി ഗെറ്റ്, ഞാൻ ഈ 1000 അങ്ങ് ആദ്യം എഴുതുക. എം ബി ഈക്വൽ 1000 കെ ബി ഇൻറ്റു ഡബ്ല്യു ബി ബൈ ഡെൽറ്റ ടി ബി ഇൻറ്റു ഡബ്ല്യു എ. ഇതാണ് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ. ഒന്നുകൂടെ പറയാം. ഡെൽറ്റ ടി ബി ഈക്വൽ കെ ബി ഇൻറ്റു എം. എം മൊളാലിറ്റി. Molality equal number of moles of solute by mass of solvent in kilogram. Then M is equal to number of moles of solute NB by mass of solvent WA. കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് ഡിവൈഡഡ് ബൈ 1000. Then NB equal mass by molar mass. NB equal mass of solute WB by molar mass NB. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So we get M equal എൻ ബിക്ക് പകരം ഡബ്ല്യു ബി ബൈ എം ബി കൊടുത്തു. ഡബ്ല്യു ബി ബൈ എം ബി ഓൾ ഡിവൈഡഡ് ബൈ ഡബ്ല്യു എ ബൈ 1000. ദെൻ ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് എം ബി ഈക്വൽ ഡബ്ല്യു ബി ബൈ എൻ ബി ഇൻറ്റു 1000 ബൈ ഡബ്ല്യു എ. ഇനി എമ്മിൻ്റെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷൻ അതോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഡെൽറ്റ ടി ബി ഈക്വൽ കെ ബി ഇൻറ്റു എമ്മിന് പകരം ഡബ്ല്യു ബി ഇൻറ്റു 1000 ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു എ. അതിനകത്തുനിന്ന് എം ബിയുടെ ഫോമിലാക്കുമ്പോൾ വി ഗെറ്റ് 1000 കെ ബി ഇൻറ്റു ഡബ്ല്യു ബി ബൈ ഡെൽറ്റ ടി ബി ഇൻറ്റു ഡബ്ല്യു എ. ഇതാണ് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഡെൽറ്റ ടി ബിയിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ. നെക്സ്റ്റ് ന്യൂമറിക്കൽസ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ at 750 mm Hg is 99.63 degrees Celsius. How much sucrose is to be added to 500 gram of water such that it boils at 100 degrees Celsius? Question at പറഞ്ഞിട്ടുള്ളത് boiling point of water at 750 mm Hg is 99.63 degrees Celsius. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ വാട്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 99.63 ഡിഗ്രി സെൽഷ്യസ്. ദാറ്റ് ഈസ് T0B. പ്യുവർ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് ആണ് നമ്മൾ T0B ആയിട്ട് എടുക്കുന്നത്. അത് പ്രോബ്ലത്തിനകത്ത് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 99.63 ഡിഗ്രി സെൽഷ്യസ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൗ മച്ച് സുക്രോസ് ഈസ് ടു ബി ആഡഡ് to 500 gram of water such that it boils at 100 degrees Celsius. അപ്പോൾ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 99.63ൽ നിന്ന് 100 ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുമാത്രം സുക്രോസ് ആഡ് ചെയ്യണം? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 100 ആയിട്ട് തന്നിട്ടുള്ളത് ടി ബി ആണ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ആണ് 100 ഡിഗ്രി സെൽഷ്യസ്. ഇനി മാസ് ഓഫ് സോൾവെന്റ് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡബ്ല്യു എ ഈക്വൽ 500 ഗ്രാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എന്തുമാത്രം സുക്രോസ് ആഡ് ചെയ്യണം? ദാറ്റ് ഈസ് മാസ് ഓഫ് സൊല്യൂട്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഡബ്ല്യു ബി. ഇനി എൻ ബി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. സുക്രോസിന്റെ മോളിക്കുലാർ ഫോർമുല C12H22O11 ആണ്. ദെൻ മോളാർ മാസ് എം ബി ഈക്വൽ നമ്പർ ഓഫ് കാർബൺ 12 into 12 പ്ലസ് 22 into മാസ് ഓഫ് ഹൈഡ്രജൻ 1 പ്ലസ് 11 into mass of oxygen 16. We get 342. അപ്പോൾ എം ബി നമുക്കറിയാം 342. എങ്കിൽ ഡബ്ല്യു ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡബ്ല്യു ബി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നമുക്കറിയാം. വി നോ ദാറ്റ് എം ബി ഈക്വൽ 1000 കെ ബി ഇൻറ്റു ഡബ്ല്യു ബി ബൈ ഡെൽറ്റ ടി ബി ഇൻറ്റു ഡബ്ല്യു എ. അപ്പോൾ ഡെൽറ്റ ടി ബി നമുക്ക് ക്വസ്റ്റ്യനകത്ത് കണ്ടുപിടിക്കണം.
ക്വസ്റ്റ്യനകത്ത് T0Bയും TBയെ ഉള്ളൂ. ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഡെൽറ്റ TB. ഡെൽറ്റ TB ഈക്വൽ TB മൈനസ് T0B. That is 100 minus 99.63. Which is equal to 0.37. അപ്പം ഡെൽറ്റ TB വാല്യൂ 0.37 ആണ്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. MB വാല്യൂ നമുക്കറിയാം. MB 342 ഈക്വൽ 1000 ഇൻറ്റു KB. KB ക്വസ്റ്റ്യനകത്ത് തരും. KB 0.52 Kelvin kilogram mole raised to -1. So KB 0.52 into WB ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. All divided by delta TB 0.37 into WA mass of solvent 500. ഇനി നമുക്ക് WA കണ്ടുപിടിക്കണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. We get WB equal 342 into 0.37 into 500 by 0.52 into 1000. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം WB വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് TB ഉണ്ടായിരുന്നു. TB എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ 100 ഡിഗ്രി, T0B 99.63. Then mass of solvent 500 gram, mass of solute കാൽക്കുലേറ്റ് ചെയ്യണം. MB വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. മോളിക്കുലാർ ഫോർമുല ഓഫ് സുക്രോസ് C12 H22O11 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ we get MB equal 342. Then we know that the equation MB equal 1000 KB into WB by delta TB into WA. Then substituting the values of MB, KB, that is also given in the problem. Delta TB calculate in equation delta TB equal TB minus T0B, we get 0.37. Then WA, we get WB equal cross multiply ചെയ്യുന്നുണ്ട്. 342 into 0.37 into 500 by 0.52 into 1000. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ WB നമുക്ക് കിട്ടും. Question. When 1.5 gram of a non-volatile solute was dissolved in 90 gram of benzene, the boiling point of benzene raised from 353.23 Kelvin to 353.93 Kelvin. Calculate molar mass of solute. Question at the പറയുന്നത് 1.5 gram non-volatile solute. 1.5 gram non-volatile solute 90 gram benzene ആയിട്ട് ഡിസോൾവ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ബെൻസീന്റെ ബോയിലിംഗ് പോയിന്റ് 353.23 കെൽവിനിൽ നിന്നും 353.93 കെൽവിനായിട്ട് ഇൻക്രീസ് ചെയ്തു. എങ്കിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് എന്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നോ? മാസ് ഓഫ് സൊല്യൂട്ട് ഈസ് ഗിവൺ ഇൻ ദ പ്രോബ്ലം. ദാറ്റ് ഈസ് WB equal 1.5 gram. Then mass of solvent, that is WA equal 90 gram. ഇനിയും ബെൻസീൻ ആയിരുന്നു പ്യുവർ സോൾവെന്റ്. അതിന്റെ ബോയിലിംഗ് പോയിന്റ് ആയിരുന്നു 353.23. സൊല്യൂട്ട് മിക്സ് ചെയ്തപ്പോൾ അത് സൊല്യൂഷൻ ആയിട്ട് മാറി. ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ആണ് 353.93. ദാറ്റ് ഈസ് TB equal boiling point of solution equal 353.93 Kelvin. Then boiling point of solvent, that is 353.23 Kelvin. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് MB മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യണം. Then KB, that is given in the problem. KB equal 2.52.
ക്വസ്റ്റ്യനകത്ത് WB, WA, TBയും T0Bയും ഉണ്ട്. അത് വെച്ച് നമുക്ക് ഡെൽറ്റ TB കാൽക്കുലേറ്റ് ചെയ്യാം. KB ഉണ്ട്. MB നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് മുൻപ് നമുക്ക് ഡെൽറ്റ TB കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. ഡെൽറ്റ TB ഈക്വൽ TB മൈനസ് T0B which is equal to 353.93 minus 353.23 equal 0.7 Kelvin. Then MB equal 1000 KB into WB by ഡെൽറ്റ TB into WA. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് വെച്ച് നമുക്ക് MB കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. Then substituting the values of KB. KB 2.52. MB equal 1000 into value of KB 2.52 into substituting the value of WB, that WB 1.5 divided by delta TB 0.7 into WA, that is also given in the problem 90. ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we get MB equal 60 gram per mole എന്ന് നമുക്ക് കിട്ടും. MB equal 60 gram per mole.